ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ബാലൻ ഡിയോർ പുരസ്കാരം 2025 ജേതാവ് ആരാണ്? ബാലൻ ഡിയോർ പുരസ്കാരം 2025 ജേതാവ് ഒസ്മാനെ ഡംബലെയാണ്. ഒസ്മാനെ ഡംബലെയാണ് 2025 ബാലൻ ഡിയോർ പുരസ്കാര ജേതാവ്. ഫ്രഞ്ച് ഫുട്ബോളറാണ് ഇദ്ദേഹം കേട്ടോ. ഈ ബാലൻഡിയർ പുരസ്കാരം എന്ന് പറയുന്നത് മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരമാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. തുടർച്ചയായ മൂന്നാം വനിതാ ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺമതിയാണ്. സ്പെയിനിൻ്റെ താരമാണ് ഐറ്റാന. ഓസ്മാൻ ഡബാലെ ഫ്രഞ്ച് ഫുട്ബോളറാണ് ഓസ്മാൻ ഡബാലെ. ഐറ്റാന ബോൺമതി എന്നത് ഐറ്റാന സ്പെയിനിൻ്റെ താരവുമാണ്. ഓക്കെ, അപ്പോൾ തുടർച്ചയായി മൂന്നാം വനിതാ ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ഐറ്റാന. ബാലൻഡിയോർ പുരസ്കാരം 2025 ജേതാവ് ഓസ്മാൻ ഡബാലെ. കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി എവിടെയാണ്? കിരീടം പാലം, തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി കിരീടം പാലം, തിരുവനന്തപുരം. രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് സിനിമ ടൂറിസം പദ്ധതി ആദ്യമായി ആരംഭിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിലാണ്. തിരുവനന്തപുരത്തെ വെള്ളായണി കായലിൻ്റെ ഭാഗമായ പാലവും സമീപ പ്രദേശവുമാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ കിരീടം പാലം, തിരുവനന്തപുരം, കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ രാം ചരൺ. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് രാം ചരൺ. ആർച്ചറി പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ രാം ചരൺ. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം സെപ്റ്റംബർ 23. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം സെപ്റ്റംബർ 23. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ്റെ പേരാണ് നുംഖോർ എന്നത്. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷനാണ് നുംഖോർ. നമ്മൾ അടുത്തിടെ തന്നെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ ഇന്ത്യയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ. ഇത് കസ്റ്റംസ് നടത്തുന്ന ഒരു ഓപ്പറേഷനാണ്, ഓപ്പറേഷൻ നുംഖോർ എന്നത് കേട്ടോ. ഓപ്പറേഷൻ നുംഖോർ. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. ബാലൻഡിയോർ പുരസ്കാരം 2025 ജേതാവ് ഒസ്മാനെ ഡംബലെ. തുടർച്ചയായ മൂന്നാം വനിതാ ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺമതി. കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി കിരീടം പാലം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ രാം ചരൺ. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം സെപ്റ്റംബർ 23. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ നുംഖോർ. അടുത്തത്, കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത അഭ്യാസത്തിൻ്റെ പേര് കോൾഡ് സ്റ്റാർട്ട് എന്നാണ്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത അഭ്യാസത്തിൻ്റെ പേരാണ് കോൾഡ് സ്റ്റാർട്ട് എന്നത്. MS സുബ്ബലക്ഷ്മി പുരസ്കാര ജേതാവ് KJ യേശുദാസ് ആണ്. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു പുരസ്കാരമാണ് MS സുബ്ബലക്ഷ്മി പുരസ്കാര ജേതാവ് KJ യേശുദാസ്. 2024-2025 കേരള മീഡിയ അക്കാഡമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ് നേടിയത് രാജീവ് സർദേശായി ആണ്. 2024-2025 കേരള മീഡിയ അക്കാഡമിയുടെ
ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ്, ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ് നേടിയത് രാജീവ് സർദേശായി, രാജീവ് സർദേശായി, രാജീവ് സർദേശായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ തുറന്നത് മുംബൈയിലാണ് കേട്ടോ. മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലാണ് മുംബൈയിലുള്ളത്. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം, കലൈമാമണി പുരസ്കാരമാണ് കേട്ടോ. കലൈമാമണി പുരസ്കാര ജേതാവ് ശ്വേതാ മോഹനാണ്, ശ്വേതാ മോഹൻ. കലൈമാമണി പുരസ്കാര ജേതാവ് ശ്വേതാ മോഹൻ, ശ്വേതാ മോഹൻ. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാര ജേതാവ് ശ്വേതാ മോഹൻ. രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയുടെ പേര് രാജഹംസം, രാജഹംസം. രാജ്ഭവന്റെ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസികയുടെ പേരാണ് രാജഹംസം, രാജഹംസം. പേര് കണക്റ്റഡ് ആയതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. രാജ്ഭവന്റെ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയുടെ പേരാണ് രാജഹംസം. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത അഭ്യാസത്തിന്റെ പേര് കോൾഡ് സ്റ്റാർട്ട്, കോൾഡ് സ്റ്റാർട്ട് എന്നാണ്. MS സുബ്ബലക്ഷ്മി പുരസ്കാര ജേതാവ് KJ യേശുദാസ് ആണ്. 2024-25 കേരള മീഡിയ അക്കാഡമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ്, ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ് പുരസ്കാരം നേടിയത് രാജീവ് സർദേശായി ആണ്, രാജീവ് സർദേശായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈയിലാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാര ജേതാവ് ശ്വേതാ മോഹൻ, തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാര ജേതാവ് ശ്വേതാ മോഹൻ. രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയാണ് രാജഹംസം, രാജ്ഭവന്റെ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസികയുടെ പേര് രാജഹംസം. ഹരോൾഡ് ഡിക്കി ബേർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഒരു വ്യക്തി, ഈ ഒരു പേഴ്സൺ, ഹരോൾഡ് ഡിക്കി ബേർഡ് എന്ന ഈ ഒരു വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണ് കേട്ടോ, ക്രിക്കറ്റ്. ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ആയിരുന്നു ഇദ്ദേഹം. ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. ഹരോൾഡ് ഡിക്കി ബേർഡ് ക്രിക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ അടുത്തിടെ അന്തരിച്ചതുകൊണ്ടാണ് ന്യൂസിൽ വന്നത്. അപ്പോൾ ഹരോൾഡ് ഡിക്കി ബേർഡ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. 28ാമത് ഇ ഗവേണൻസ് കോൺഫറൻസ്, ഇ ഗവേണൻസ് കോൺഫറൻസിൻ്റെ വേദി വിശാഖപട്ടണമാണ്, വിശാഖപട്ടണം. 28ാമത് ഇ ഗവേണൻസ് കോൺഫറൻസിൻ്റെ വേദി വിശാഖപട്ടണം, 28ാമത് ഇ ഗവേണൻസ് കോൺഫറൻസിൻ്റെ വേദി വിശാഖപട്ടണം. മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ആശ കെ, ഡോക്ടർ ആശ കെ. മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന പുസ്തകം, മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ആശ കെ, ഡോക്ടർ ആശ കെ. പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി, ദൃഷ്ടി. ദൃഷ്ടി കാണുകയുമായി ബന്ധപ്പെട്ടൊരു പദമാണല്ലോ. അപ്പോൾ വീഡിയോ കോളിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പരാതി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ദൃഷ്ടി എന്നത്. പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. അടുത്തത്, ബുക്കർ സമ്മാനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കിരൺ ദേശായിയുടെ പുസ്തകം അല്ലെങ്കിൽ നോവലാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നത്. ഓക്കെ, ബുക്കർ സമ്മാനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കിരൺ ദേശായിയുടെ പുസ്തകമാണ് അല്ലെങ്കിൽ കിരൺ ദേശായിയുടെ നോവലാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. കിരൺ ദേശായിയാണ് റൈറ്റർ എന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നതും കൂടെ ഓർത്തിരിക്കുക. ഈ ഒരു പുസ്തകം രചയിതാവ് കിരൺ ദേശായി. ഇത് ബുക്കർ സമ്മാനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പോൾ പുസ്തകത്തിൻ്റെ പേര് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി, റൈറ്റർ കിരൺ ദേശായി. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റും അവസാനിച്ചിട്ടുണ്ട്. നോക്കാം. ഹരോൾഡ് ഡിക്കി ബേർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്, ക്രിക്കറ്റ്. 28ാമത് ഇ ഗവേണൻസ് കോൺഫറൻസിൻ്റെ വേദി വിശാഖപട്ടണമാണ്, വിശാഖപട്ടണം. മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ആശ കെ ആണ്, ഡോക്ടർ ആശ കെ.
പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. ബുക്കർ സമ്മാനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കിരൺ ദേശായിയുടെ പുസ്തകം ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. അടുത്തതും ഒരു പദ്ധതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുപ്പിച്ച് രണ്ട് പദ്ധതികൾ പഠിക്കുകയാണ്. പുനർവിവാഹിതരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകുന്നതിനുള്ള പദ്ധതിയാണ് സുരക്ഷാമിത്ര. പുനർവിവാഹിതരുടെ കുട്ടികൾക്ക് പഠനത്തിനും മാനസികവുമായ പിന്തുണ നൽകുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്ര പദ്ധതി. പുനർവിവാഹിതരുടെ കുട്ടികൾക്കുള്ള പദ്ധതിയാണ്. പഠന മാനസിക പിന്തുണ നൽകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് സുരക്ഷാമിത്ര പദ്ധതി. അടുത്തത് DDAD പദ്ധതി. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD പദ്ധതി. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുകയും സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കേരള പോലീസിൻ്റെ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. DDAD എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ്? DDAD എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്തത് യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്. ജൂപ്പിറ്റർ ജർമ്മനിയുടേതാണ്. ജൂപ്പിറ്ററാണ് ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ജൂപ്പിറ്ററാണ്, ജർമ്മനി. കേരള വാർഡ് വിഭജന ഡീലിമിറ്റേഷൻ്റെ ചെയർമാൻ ആരാണ്? കേരള വാർഡ് വിഭജന ഡീലിമിറ്റേഷൻ്റെ ചെയർമാൻ എ ഷാജഹാൻ. അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ ക്യൂ ഫീൽഡ് എന്ന ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ക്യൂ ഫീൽഡ് എന്ന ആപ്പാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ആപ്പാണ് ക്യൂ ഫീൽഡ് എന്നത്. വാർഡ് വിഭജന ഡീലിമിറ്റേഷൻ്റെ ചെയർമാൻ എ ഷാജഹാൻ. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ആപ്പാണ് ക്യൂ ഫീൽഡ് ആപ്പ്. ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. പുനർവിവാഹിതരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകുന്നതിനുള്ള പദ്ധതിയാണ് സുരക്ഷാമിത്ര പദ്ധതി. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD പദ്ധതി. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ജൂപ്പിറ്റർ. കേരള വാർഡ് വിഭജന ഡീലിമിറ്റേഷൻ്റെ ചെയർമാൻ എ ഷാജഹാൻ. ക്യൂ ഫീൽഡ് ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാർഡ് വിഭജനം. അടുത്തത് സുബ്രതോ കപ്പ് ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളം. സുബ്രതോ കപ്പ് ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളം. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോയാണ്, സ്കോട്ട്ലൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ ആണ്, സ്കോട്ട്ലൻഡിൽ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായുള്ള മൊബൈൽ ആപ്പാണ് സഹമിത്ര. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായിട്ടുള്ള മൊബൈൽ ആപ്പിൻ്റെ പേര് സഹമിത്ര. നമ്മൾ നേരത്തെ ഒരു മിത്രയാണ് പഠിച്ചത്, അത് സുരക്ഷാമിത്രയാണ്. പുനർവിവാഹിതരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകുന്നതിനുള്ള പദ്ധതി സുരക്ഷാമിത്രയാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു മൊബൈൽ ആപ്പാണ്, അത് സഹമിത്ര. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള മൊബൈൽ ആപ്പാണ് സഹമിത്ര. തിരികെ, കൂടെ എന്നീ പദ്ധതികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് തിരികെ, കൂടെ എന്നിവ. വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്കായുള്ള പദ്ധതികളാണ് തിരികെ, കൂടെ എന്നീ പദ്ധതികൾ. അടുത്തത് വയോസേവന പുരസ്കാരം ലഭിച്ചത്
ഷീല, ചലച്ചിത്ര താരം ഷീലയ്ക്കും ഗായിക മേദിനിക്കുമാണ്. സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന പുരസ്കാരം ആജീവനാന്ത സംഭാവന പുരസ്കാരത്തിന് അർഹനായത്. അതായത് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയോസേവന പുരസ്കാരം. ഇതിൻ്റെ ആജീവനാന്ത സംഭാവന പുരസ്കാരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ളത് ചലച്ചിത്ര താരമായിട്ടുള്ള ഷീലയ്ക്കും അതുപോലെ തന്നെ ഗായികയായ മേദിനിക്കുമാണ്. ഷീലയും മേദിനിയുമാണ് ഈ പുരസ്കാര ജേതാക്കൾ. ഷീല മേദിനി. ഓക്കെ, അപ്പോൾ അത് റിവൈസ് ചെയ്യാം. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ അല്ലേ. സുബ്രതോ കപ്പ് ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളമാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായിട്ടുള്ള മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സഹമിത്ര ആപ്പ്. തിരികെ കൂടെ എന്നീ പദ്ധതികൾ വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. വയോസേവന പുരസ്കാര ജേതാക്കൾ ഷീല, മേദിനി. അടുത്തത് ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ പദ്ധതി. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ പദ്ധതി. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരാണ്. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയാണ് തൃശ്ശൂർ. ഇതുപോലെ നമ്പർ തന്നിട്ട് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി, അതുപോലെ ജേതാക്കൾ ആര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഏത് വർഷമാണ്, വേദി എവിടെയാണ്, അതുപോലെ തന്നെ ജേതാക്കൾ ആര് എന്നും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ട് മുന്നത്തതും അതുപോലെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെയാണോ ചോദിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെയാണോ ചോദിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു നമ്പർ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല. ശ്രദ്ധിക്കുക. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരാണ്. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷനാണ് വനരക്ഷ. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും, അഴിമതിയിൽ നിന്നും ക്രമക്കേടുകളിൽ നിന്നും വനത്തെ രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വനരക്ഷ. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷൻ വനരക്ഷ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ പദ്ധതി. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂർ. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷൻ വനരക്ഷ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. അടുത്തത് ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത്. കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയാണ് ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്ത്. ലോകത്തെ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത്, കൊല്ലം ജില്ല. വലിയ പേരുള്ള പഞ്ചായത്താണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത്. ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് കൊല്ലം ജില്ലയിലാണ്. അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗിൻ്റെ ചെയർപേഴ്സൺ ജയേഷ് ജോർജ്. വനിതാ പ്രീമിയർ ലീഗിൻ്റെ ചെയർമാൻ
ജയേഷ് ജോർജ് ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വെങ്കിട്ട രമണിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി. അദ്ദേഹത്തിൻ്റെ കാലാവധി, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വെങ്കിട്ട രമണിയുടെ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ. മുഖ്യമന്ത്രി പൊതുജനങ്ങളുമായി നേരിട്ട് സംസാരിക്കാനുള്ള, മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് CM വിത്ത് മീ എന്നത്. CM വിത്ത് മീ എന്ന പദ്ധതി മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർക്ക് പൊതുജനങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് CM വിത്ത് മീ എന്നത്. CM വിത്ത് മീ എന്നത് കേട്ടോ. CM വിത്ത് മീ. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 2025 ഈ വർഷത്തെ ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത് എന്നതാണ്. ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത് എന്നതാണ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ്. ഹാർട്ട് ബീറ്റ് നിലയ്ക്കരുത് എന്നതാണ്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഈ വർഷത്തെ പ്രമേയം ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത്. ഓക്കെ, അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം. ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത്. അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയാണ്. അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗ് ചെയർപേഴ്സൺ ജയേഷ് ജോർജ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി. മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണ് CM വിത്ത് മീ എന്നത്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഈ വർഷത്തെ പ്രമേയം ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത് എന്നതാണ്. അടുത്തത്, റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ശിരീഷ് ചന്ദ്ര മുർമു ആണ്. ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ഹൃദയപൂർവം ക്യാമ്പയിൻ. ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ഹൃദയപൂർവം. ചലച്ചിത്രം ഇറങ്ങിയതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും ഹൃദയപൂർവം എന്നത്. ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയാനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും വേണ്ടിയുള്ള ക്യാമ്പയിനാണ് ഹൃദയപൂർവം. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡെസേർട്ട്. എവിടെയാണ് വരുന്നത്? അത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡെസേർട്ട്, ഹിമാചൽ പ്രദേശ്. അന്താരാഷ്ട്ര പേയ്മെൻറ്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഖത്തർ. അന്താരാഷ്ട്ര പേയ്മെൻറ്റുകൾക്ക് UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യമാണ് ഖത്തർ എന്നത്. സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27. 2025 പ്രമേയം ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നതാണ്. ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നതാണ് 2025 ലോക ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ. ഇന്ത്യയിലെ നിലവിലുള്ള റാംസാർ സൈറ്റുകളുടെ എണ്ണം 93 എണ്ണമാണ്. ഇതിൽ ഏറ്റവും പുതിയതായിട്ട് ചേർത്തിരിക്കുന്നത് ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ്. ഓക്കെ. നിലവിലുള്ള റാംസാർ സൈറ്റുകളുടെ എണ്ണമൊന്നും നമുക്കങ്ങനെ ആവശ്യം വരില്ല. പക്ഷേ ഈ അടുത്തിടെയാണ് ഇവ രണ്ടും കൂട്ടിച്ചേർത്തത്. അതുകൊണ്ടാണ് നമ്മളിത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. ഗോകുൽ റിസർവോയർ, ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും 2 മാൻ മെയ്ഡ് വെറ്റ്ലൻഡ്സ് ആണ് ബീഹാറിലുള്ള. അപ്പോൾ അത് രണ്ടുമാണ് ഈ അടുത്തിടെ
കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അങ്ങനെയാണ് 93 എണ്ണമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 പേരുകളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും. ഓക്കെ, ഇവ രണ്ടും ആണ് ഈ അടുത്തിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഈ ഗോകുൽ റിസർവോയർ ബക്സറിലും ഉദയ്പൂർ ലേക്ക് വെസ്റ്റ് ചമ്പാരനിലുമാണ് ഉള്ളത്, ബീഹാറിലാണ്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള റാംസർ സൈറ്റുകളുടെ എണ്ണം വരുന്നത് 93 എണ്ണമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കൂട്ടിച്ചേർത്ത 2 എണ്ണം ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ക്യാറ്റിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് PV ആശ. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ശിരീഷ് ചന്ദ്ര മുർമു ആണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ. ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രാഥമിക പരിചരണം നൽകുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ഹൃദയപൂർവം ക്യാമ്പയിൻ. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡെസേർട്ട്. ഹിമാചൽ പ്രദേശിലാണ് കോൾഡ് ഡെസേർട്ട്. അന്താരാഷ്ട്ര പേയ്മെൻറ്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യം ഏതാണ്? അത് ഖത്തറാണ്. ഖത്തറാണ്. സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ലോക ടൂറിസം ദിനം എന്നാണ് സെപ്റ്റംബർ 27 2025 ലോക ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നാണ്. ഇന്ത്യയിലെ നിലവിലുള്ള റാംസാർ സൈറ്റുകളുടെ എണ്ണം 93 ആണ്. 93. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൂട്ടിച്ചേർത്തവയാണ് ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ജസ്റ്റിസ് PV ആശ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഉടനെ തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പോയിൻറ്റ്സും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.